മറ്റ് വാർത്തകൾ നോക്കാം. ആലപ്പുഴയിൽ 2 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിൽ അന്വേഷണം അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ അശോക് കുമാറിന് ഇന്ന് കൈമാറും. ഒന്നാം പ്രതി തസ്ലീമ സുൽത്താനയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ താരങ്ങളായ ഷൈൻ ടോൺ ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും ഒരാഴ്ചയ്ക്കുള്ളിൽ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും. തസ്ലീമ സുൽത്താനയുടെ ലഹരി സെക്സ് റാക്കറ്റിലെ ഉന്നത ബന്ധങ്ങളെക്കുറിച്ച് രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷിച്ചു വരികയാണ്. ഇവരുടെ മട്ടാഞ്ചേരി കേന്ദ്രീകരിച്ചുള്ള ബന്ധങ്ങളും അന്വേഷിക്കുന്നുണ്ട്. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, ഉറ്റുനോക്കുന്നത് ഇതേതൊക്കെ തരത്തിലേക്ക് ഈ അന്വേഷണം പോകുന്നു? ഈ വലകൾ എവിടെയെല്ലാം എത്തുന്നു? സിനിമാ രംഗത്ത് നിന്ന് കൂടുതൽ പേര് ഇതിനകത്ത് കൂടുമോ? കൂടുതൽ പേരുകൾ പുറത്തു വരുമോ എന്നുള്ളതൊക്കെ തന്നെയാണ്. എങ്ങനെയാണ് അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? അപർണ, ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസ് അതിന്റെ ഒരു പുതിയ തലങ്ങളിലേക്കാണ് പോകുന്നത്. അതായത് ഈ തസ്ലീമ സുൽത്താന എന്ന ഔദ്യോഗിക നാമമുള്ള ഇവര് ക്രിസ്റ്റീന എന്നാണ് സിനിമാക്കാർക്കിടയിൽ അറിയപ്പെടുന്നത്. അതായത് യുവതലമുറയ്ക്ക് ഇത്തരത്തിൽ ലഹരി മരുന്ന് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട കഞ്ചാവ് കൊച്ചിയിലെ സിനിമാ മേഖലയിൽ പരിചയപ്പെടുത്തിയ ആൾ തുടക്കക്കാരിൽ ഒരാൾ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണത്തിൽ എക്സൈസിന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ മട്ടാഞ്ചേരി കേന്ദ്രീകരിച്ച് ഗുണ്ട മാഫിയകളുമായി കൃത്യമായി ബന്ധമുള്ള ആളാണ് ഈ പിടിയിലായ തസ്ലീമ സുൽത്താന എന്നുള്ളതാണ്. ഇവർ ക്രിസ്റ്റീന എന്നാണ് അറിയപ്പെടുന്നത്. മാത്രമല്ല, കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ തന്നെ മട്ടാഞ്ചേരി കേന്ദ്രീകരിച്ചുള്ള കൊട്ടേഷൻ സംഘങ്ങളുമായി ഇവർക്ക് കൃത്യമായ ബന്ധമുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ഈ കേസിന് പുതിയ മാനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാറിന് ഇപ്പോൾ അന്വേഷണ ചുമതല കൈമാറിയിട്ടുണ്ട്. വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് എക്സൈസ് ഈ കേസ് നോക്കിക്കാണുന്നത്. ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്തപ്പോൾ ഒന്നും തന്നെ പൂർണ്ണമായ കാര്യങ്ങൾ വിട്ടു പറയാനായി ക്രിസ്റ്റീന തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അവർക്ക് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ ഇന്ന് എക്സൈസ് കോടതിയിൽ സമർപ്പിക്കും. കസ്റ്റഡിയിൽ കിട്ടിയതിനു ശേഷം കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാനാകും. മറ്റൊന്ന്, ഈ ഫോണിനെ സംബന്ധിച്ചുള്ള ഫോണിന്റെ പരിശോധനയാണ്. അതായത് ഡിലീറ്റഡ് ചാറ്റ്സ് റിക്കവർ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമമാണ് അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൊച്ചിയിലെ തന്നെ സിനിമാ മേഖലയിലെ പ്രധാനപ്പെട്ട കണ്ണികൾക്കും വമ്പന്മാർക്കും ഈ ലഹരി മരുന്ന് എത്തിച്ചു കൊടുക്കുക, അത് ഹൈബ്രിഡ് കഞ്ചാവ് മാത്രമല്ല MDMA അടക്കമുള്ള ലഹരി മരുന്ന് എത്തിച്ചു കൊടുക്കുന്നതിനുള്ള കോൺടാക്ട്സും കാര്യങ്ങളും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അന്വേഷണ സംഘം നിൽക്കുന്നത്. എന്തായാലും ആലപ്പുഴയിൽ ഉണ്ടായത് ഒരു ചെറിയ സംഭവമല്ല. അതിൽ പിടിക്കപ്പെട്ടിരിക്കുന്ന ആളുകളും അത്തരം കണ്ണികളുമായി ബന്ധപ്പെട്ട് വലിയ ക്യാച്ച് തന്നെയാണെന്ന് പറയാം. ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് അന്വേഷണം ഇപ്പോൾ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറുടെ കീഴിലേക്ക് വന്നിട്ടുള്ളത്. ഇന്ന് അദ്ദേഹം ഈ കേസ് ഡയറി അന്വേഷിച്ചു തുടങ്ങും. അതിനുശേഷമാകും ഇതിനകത്ത് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോയി. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് ക്രിസ്റ്റീനെ കസ്റ്റഡിയിൽ കിട്ടുക എന്നുള്ളതാണ്. ആ കസ്റ്റഡി അപേക്ഷ മൂവ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല, എറണാകുളത്ത് ഒരു ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ ലഹരി വിൽപ്പന നടക്കുന്നുണ്ട് എന്നുള്ള വിവരവും എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. അതൊരു പ്രൊഡക്ഷൻ കമ്പനി എടുത്തിട്ടേക്കുന്ന ഫ്ളാറ്റാണ്. ആ ഫ്ളാറ്റിലേക്ക് ഞായറാഴ്ചകളിൽ സിനിമാ നടന്മാർ എത്താറുണ്ട്. കീ അവിടെ സൂക്ഷിച്ചിരിക്കുന്നത് പോലും ഒരു മാറ്റിനടിയിൽ കീ സൂക്ഷിച്ചിരിക്കുകയാണ്. അത് തുറന്ന് അകത്തേക്ക് കയറി അവിടെ ഉപയോഗിക്കുന്നു. അവിടെ പല പ്രമുഖ നടന്മാരും എത്തുന്നു എന്നുള്ളതും അവിടെ ഇവർ സപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ള വിവരവും ഇപ്പോൾ എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. അപർണ. ശരണ്യ സ്നേഹജനാണ്. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ കൂടുതൽ അന്വേഷണം പല തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നു എന്നുള്ള സൂചന.